ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ ഇന്നലെ ശ്ലോകം 13 വരെയാണ് പഠിച്ചത്. അധ്യായം 10 14 ശ്ലോകം നമുക്ക് നോക്കാം. ഇന്നലെ നമ്മൾ കണ്ടു ഹസ്തിനാപുരത്തിലുള്ള എല്ലാവർക്കും അവരുടെ വിഷമം, ഭഗവാനെ പിരിയുന്നതിന്റെ ആ ഒരു വിഷമം, ആ വിപ്രലംബ ഭാവം നമ്മൾ കണ്ടു. ആ ഒരു വിരഹം അവർക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. പലവരും മോഹാത്സ്യപ്പെട്ടു വീഴുന്നു. അതാണ് പറയുന്നത്, മോഹാത്സ്യപ്പെട്ടു വീഴുന്നു. അതേപോലെ തന്നെ അവരുടെ ആ പാണ്ഡവരുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഭഗവാൻ കൂടെ തന്നെ അവരുടെ കൂടെയുണ്ട്. സത്സംഗാൻ മുക്ത ദുസ്സംഗോ കീർത്തിയമാനാം യശോ യസ്യ തസ്മിന്യസ്തധിയ പാർത്ഥ ദർശന സ്പർശ സംലാപ. ശ്ലോകം നമ്മൾ വായിച്ചിരുന്നു. ഈ ശ്ലോകങ്ങളെല്ലാം കണ്ടിരുന്നു. അവിടെ പറഞ്ഞു ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഭഗവാൻ അവരുടെ കൂടെ സുഹൃത്തായിട്ടും വാച്ച്മാനായിട്ടും രാത്രിയിൽ വാച്ച്മാനായിട്ടും അതേപോലെ തന്നെ ദൂതനായിട്ടും ഒരുപാട് ദൗത്യങ്ങൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരുമായിട്ട് അത്രയും അടുത്ത സ്നേഹബന്ധമാണ് ഉള്ളത്. അപ്പോൾ പാണ്ഡവർക്ക് ഭഗവാനെ പിരിയാന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അതായിരുന്നു നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത്. 14 ശ്ലോകമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. 14 ശ്ലോകം നോക്കാം. യെസ്. ന്യരുന്ധൻ ഉദ്ഗലത് ബാഷ്പം ഔത്കണ്ഠ്യാതേവ കേസുതേ നിർയാതി ആഗരാനോ ഭദ്രം ഇതി സ്യാദ് ബാന്ധവ സ്ത്രീയഃ. വായിച്ചോളൂ. കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 14. നൈരുത്യൻ ഉദ്ഗലത് ബാഷ്പം ഔത്കണ്ഠ്യാത് ദേവകീസുതേ നിർയാതി ആകാരണാനോ ഭദ്ര ഇതി സ്യാദ് ബാന്ധവ സ്ത്രീയഃ. വിവർത്തനം ശ്രീലഭുവാക്കി ജയ്. ശ്രീകൃഷ്ണന് വേണ്ടിയുള്ള ഉത്കണ്ഠ നിമിത്തം അശ്രുക്കളാൽ നിറഞ്ഞു കവിഞ്ഞ നയനങ്ങളോട് കൂടിയ ബന്ധുക്കളായ സ്ത്രീജനങ്ങൾ കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. വളരെ ബുദ്ധിമുട്ടി മാത്രമേ അവർക്ക് അശ്രുക്കളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞുള്ളൂ. വിട വാങ്ങുന്ന നേരം അശ്രുക്കൾ അമംഗളമുണ്ടാക്കുമെന്ന് അവർ ഭയപ്പെട്ടു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. അവിടെയുള്ള സ്ത്രീജനങ്ങൾ, ഹസ്തിനാപുരത്തിലെ സ്ത്രീജനങ്ങൾ, അവർക്ക് കരച്ചിൽ അടക്കാൻ പറ്റുന്നില്ല. അവർക്ക് കണ്ണുനീര് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അത്രമാത്രം വിഷമമാണ് അവർക്കുള്ളത്. കണ്ണുനീരിങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. അവര് കൊട്ടാരത്തിന് പുറത്തോട്ട് അവര് വരുന്നു എന്നാണ് പറയുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് അവർ ഈ കരച്ചില് പിടിച്ചു നിർത്താൻ നോക്കുന്നത്. എന്നാൽ അത് സാധിക്കുന്നില്ല. പക്ഷെ അവർ ചിന്തിക്കുന്നു, ഞങ്ങൾ ഇങ്ങനെ കരയുവാണെങ്കിൽ അത് എന്തെങ്കിലും ഭഗവാൻ ഒരു നല്ല കാര്യത്തിന് അല്ലെങ്കിൽ യാത്ര പോകുന്ന സമയത്ത് കരഞ്ഞു കഴിഞ്ഞാൽ അത് അമംഗളമായി മാറും ഒരുപക്ഷെ. അല്ലെങ്കിൽ അത് എന്തെങ്കിലും കാരണവശാൽ അത് അമംഗളമായിട്ടുള്ള ഒരു കാര്യമായി കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവര് കണ്ണുനീര് കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവര് കണ്ണുനീര് വരാതെ, പുറത്ത് കാണാതെ അവര് ഉള്ളിൽ അടക്കി പിടിക്കുന്നു. ശ്രീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നു, അവര് കണ്ണുനീര് പുറമെ കാണാതിരിക്കാൻ അവരുടെ സാരിയുടെ അറ്റം കൊണ്ട് അവര് അതിനെ മൂടുന്നു എന്നാണ് പറയുന്നത്. അതായത് പുറമെ നോക്കുമ്പോൾ കരച്ചിൽ കാണാതിരിക്കാൻ വേണ്ടി. എന്നാൽ കണ്ണുനീരാണെങ്കിൽ കുടുകുടാ വന്നുകൊണ്ടിരിക്കുന്നു. അതിനെ നിയന്ത്രിക്കുന്നു അവര്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ശ്രീല പ്രഭുപാദി പറയുന്നു, ആരാണോ ഭഗവാനെ നേരിട്ടോ അല്ലെങ്കിൽ അതായത് ഭഗവാനെ ആരാധിക്കുന്നത്, അതായത് നേരെയോ അല്ലെങ്കിൽ വേറെ തരത്തിലോ, അതായത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഭഗവാനെ സേവിക്കുക അല്ലെങ്കിൽ ഭഗവത് സേവനങ്ങൾ
അല്ലെങ്കിൽ ഭഗവത് ചിന്ത നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ആനുകൂല്യേന കൃഷ്ണാനുശീലനം എന്ന് പറയുന്നതാണ് ഭക്തിയുടെ ഡെഫിനിഷൻ. അത് പ്രതികൂലമാണെങ്കിൽ കൃഷ്ണാനുശീലനം അല്ലെങ്കിൽ അതായത് ഭഗവാനെ ചിന്തിക്കുന്നു. സ്മരണം എന്ന് പറയുന്നത് നമുക്കറിയാം നവവിധ ഭക്തിയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത്. അതായത് സ്മരണം എന്ന് പറയുന്നത് ശ്രവണത്തിന്റെയും കീർത്തനത്തിന്റെയും ഫലമായിട്ട് കിട്ടുന്നതാണ്. എന്നാൽ ഈ സ്മരണം നല്ല രീതിയിൽ അല്ലെങ്കിലോ, കംസൻ എങ്ങനെയായിരുന്നു? കംസന് പേടിയായിരുന്നു. 24 മണിക്കൂറും ഭഗവാനെ കുറിച്ച് ചിന്തിച്ചിരുന്നു. എന്നാൽ പേടിയോട് കൂടിയിട്ടാണ്, അനുകൂലമായിട്ടല്ല ചിന്തിക്കുന്നത്. ശിശുപാലനാണെങ്കിൽ അദ്ദേഹത്തിന് ശത്രുതയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അസൂയയായിരുന്നു ഭഗവാനോട്. അസൂയ വെച്ചുകൊണ്ട് അദ്ദേഹം 24 മണിക്കൂറും കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ ഇതൊന്നും അനുകൂലമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ഭക്തിയുടെ ഡെഫിനിഷനിൽ വരില്ല. പക്ഷെ എന്നാലും ഏന പ്രകാരേണ എങ്ങനെയെങ്കിലും അവര് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഭഗവാനെ ഓർക്കുകയാണെങ്കിൽ അതിന് ബെനിഫിറ്റ് ഉണ്ട്. അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് എന്ന് പറയുന്നില്ല, പക്ഷെ എന്നാലും അതിന് പോലും ശക്തിയുണ്ട്. ഇപ്പോൾ ശിശുപാലനും കംസനും ഒക്കെ അവർക്കൊക്കെ മുക്തി കിട്ടുന്നു. ഭഗവാന്റെ കൈകൾ കൊണ്ട് അവർ മരിക്കുന്നു. മാത്രമല്ല അവർക്ക് മുക്തി നേടാൻ സാധിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ 24 മണിക്കൂറും ഭഗവാനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അത് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളത് അടുത്ത കാര്യം. പക്ഷെ ചിന്തയുണ്ടായിരുന്നു. അതാണ്. അപ്പൊ അതേപോലെ നമ്മൾ ഭഗവാനെ ഇവിടെ ശിലപ്രഭാത് പറയുന്നു, ഭഗവാനെ നേരിട്ട്, വേറൊരു കാര്യം പറയുകയാണെങ്കിൽ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഭഗവാനെ നേരിട്ട് നമ്മൾ ആരാധിക്കാം. ഭഗവാന്റെ ശ്രീമൂർത്തി വിഗ്രഹങ്ങളെ ആരാധിക്കാം. അല്ലെങ്കിൽ ഭഗവാന്റെ നാമത്തിലൂടെ ഭഗവാനെ ഓർക്കാം. നാമം ചൊല്ലുന്നു, ഭഗവാനെ കുറിച്ച് കേൾക്കുന്നു. ഇതെല്ലാം ആരാധനയുടെ ഭാഗമാണ്. പല രീതിയിലുള്ള സേവനങ്ങളാണ്, ഭക്തിയുത സേവനങ്ങളാണ്. അപ്പോൾ ഏതാണെങ്കിലും, ഇത് ഏത് വഴിയാണെങ്കിലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഭഗവാൻ നിരപേക്ഷ സത്യമായതുകൊണ്ട് ഭഗവാന്റെ നാമവും ഗുണങ്ങളും ലീലകളും അതേപോലെ രൂപവും എല്ലാം ഒരേപോലെയാണ്, അല്ലെങ്കിൽ അതിന് വ്യത്യാസമില്ല എന്നുള്ളത്. ഭഗവാനെ നേരിട്ട് കാണുന്നതിന് തുല്യമാണ് ഭഗവാന്റെ നാമം ചൊല്ലുന്നത്, ഭഗവാന്റെ ലീലകൾ കേൾക്കുന്നതൊക്കെ. അതാണ് പ്രഭുപാദം ഒന്നും കൂടെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ശ്ലോകം 15. ഇനി എന്താണ് അവിടെ നടക്കുന്നത് നോക്കാം. അദ്ദേഹം പോവാൻ തയ്യാറായപ്പോൾ അവിടെ എല്ലാവരും കൂടെ വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് അദ്ദേഹത്തെ യാത്രയാക്കുന്നു. മൃദംഗ ശംഖഭ്രേയശ്ച വീണ പാണവ ഗോമുഖ ദുന്ധുരി ആനക ഘണ്ടാദ്യ നേദുർദുന്ദുഭയസ്തഥാ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മൃദംഗശംഖഭേദേശ വീണാപാണവ ഗോമുഖ ദുന്ദുരാനക കണ്ഡാദ്യ നേദുർദുന്ദുഭയസ്തഥാ. വിവർത്തനം ശീലപ്രഭാതത്തിലെ ഭഗവാൻ ഹസ്തിനപുര കൊട്ടാരത്തിൽ നിന്നും വിടവാങ്ങുന്ന വേളയിൽ ഭഗവാനോടുള്ള ആദര സൂചകമായി മൃദംഗം, ഡോലക്ക്, നഗ്രം, ദുന്ദുവി തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പെരുമ്പറകളും പലതരം ഓടക്കുഴലുകൾ, വീണ, ഗോമുഖ, പേരി എന്നിവയെല്ലാം ഒന്നിച്ചു മുഴക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഭഗവാൻ അപ്പോൾ യാത്രയാവുമ്പോൾ ഹസ്തിനാപുരത്തിലുള്ളവരെല്ലാവരും അവരെ യാത്രയാക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അത് ഒരുപാട് വാദ്യ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് മൃദംഗ, ദോല, നാഗര, ദുന്ദുരി അങ്ങനെ ഒരുപാട് സാധനങ്ങളുടെ പേര് പറയുന്നുണ്ട്. ഒരുപാട് വാദ്യ ഉപകരണങ്ങളുടെ പേര് പറയുന്നുണ്ട്. വീണ, ഗോമുഖ, ഭേരി ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ശബ്ദം ഒരുപാട് മ്യൂസിക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അങ്ങനെ ഭഗവാനെ യാത്രയാക്കുന്നു. ശ്ലോകം 16. പാർഷദാ ശിഖരാരൂഢ കുരു നാര്യോധി ദീക്ഷയ വവൃഷു കുസുമൈ കൃഷ്ണം പ്രേമ വ്രീഡാ സ്മിതേക്ഷണ. ചെല്ലട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. പ്രാസാദ ശിഖരാരൂഢ കുരു നാര്യോദിദർശയ വവൃഷു കുസുമൈ കൃഷ്ണം പ്രേമ വീടാസ്മിതേഷണഃ. വിവർത്തനം ശ്രീല പ്രഭാതർ കി ജയ്. ഭഗവാനെ ദർശിക്കാനുള്ള പ്രേമപൂർവമായ ആഗ്രഹത്താൽ
കുരുവംശ രാജശ്രീകൾ കൊട്ടാര മട്ടുപ്പാവിലേറുകയും ലജ്ജ കലർന്ന പ്രേമത്തോടെ മന്ദഹസിച്ചുകൊണ്ട് ഭഗവാന്റെ മേൽ പുഷ്പങ്ങൾ വർഷിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അവിടെയുള്ള കുരു കൗരവ അല്ലെങ്കിൽ കുരു നാരിയർ, കുരുവംശത്തിലുള്ള നാരി അല്ലെങ്കിൽ സ്ത്രീകൾ കൊട്ടാരത്തിന് മുകളിലേക്ക് പോയി അവിടെ ടെറസിൽ നിന്നുകൊണ്ട് ഭഗവാനെ കാണുന്നു. ഭഗവാൻ യാത്ര പോകുന്ന സമയത്ത് പുഷ്പാഞ്ജലി ചെയ്യുന്നു. അതേപോലെ തന്നെ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നു. ചിരിക്കുന്നുണ്ട്, ചിരിയുണ്ട്, സ്നേഹത്തോടു കൂടിയിട്ടുള്ള, എന്നാൽ നാണവുമുണ്ട്, സ്നേഹവും കലർന്നിട്ടുള്ള, നാണവും സ്നേഹവും കലർന്നിട്ടുള്ള മന്ദസ്മിതത്തോടു കൂടി അവര് പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. ശ്രീല പ്രഭുപാദി പറയുന്നു നാണത്തെക്കുറിച്ച്, ലജ്ജയെക്കുറിച്ച്. ലജ്ജ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഉള്ള ഒരു ക്വാളിറ്റിയാണ് എന്ന് പറയുന്നു. ഇന്നത്തെ കാലത്ത് പ്രഭുപാദ് അതും പറയുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഇതെല്ലാം പോയിരിക്കുന്നു. ആ ഒരു ലജ്ജ എന്ന് പറയുന്ന ആ ഒരു, ശരിക്കും പറയുകയാണെങ്കിൽ സ്ത്രീയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണത്. അത് ഇല്ലാതെ ആവുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കാണുന്നത്. ഇന്നത്തെ കാലത്തെ കാര്യം പറയേണ്ട ആവശ്യമില്ല. എന്താണ് സംഭവിക്കുന്നത് അല്ലെ? കലിയുഗത്തിന്റെ പ്രഭാവം കൊണ്ട് എന്ന് പറയാം. പക്ഷെ കലിയുഗത്തിന്റെ പ്രഭാവവും അല്ലെങ്കിൽ എല്ലാം തലതിരിഞ്ഞിട്ടുള്ള അവസ്ഥയാണ്. കലിയുഗത്തെ മാത്രം നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതൊക്കെ ഈ നമ്മളും പലതും, അതായത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇവിടെയുള്ള ആളുകൾക്കും അതിൽ റോളുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും ആര് പ്രശ്നം എന്നുള്ളതല്ല, പക്ഷേ പ്രശ്നങ്ങളാണ് നമ്മൾ കാണുന്നത് ഈ ലോകം മുഴുവനും അല്ലെ. ആരും പെർഫെക്റ്റ് അല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കാണുന്നത് നമുക്ക്, അതായത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത, ശാസ്ത്രത്തിൽ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോലുമില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് കാണുന്നത്. കലിയുഗം തുടങ്ങിയിട്ട് അധികമായിട്ടുമില്ല. അതാണ് അടുത്ത വേറെ തമാശ. ഇതിൽ കലിയുഗം തുടങ്ങി വെറും കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഇനി എത്രയോ വർഷങ്ങൾ കിടക്കുന്നു, എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങളുണ്ട് ബാക്കി. എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ പ്രഭുപാദ് അതിനെക്കുറിച്ച് പറയുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നു. നിങ്ങളെല്ലാവരും വായിച്ചാൽ മതി. സ്ത്രീകളെ കുറിച്ച് അദ്ദേഹം, സ്ത്രീകളുടെ ആ ഒരു പ്രത്യേകത എന്താണ്, അവര് പുരുഷന്മാരിൽ നിന്ന് വ്യത്യാസം എന്താണ്, അവരുടെ പ്രത്യേകത എന്താണെന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അത് നല്ല രീതിയിൽ പ്രഭുപാദ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നീട് പ്രത്യേകിച്ച് ഒരു കാര്യം അവസാനത്തെ ഭാഗത്ത് പറയുന്നു. വേദങ്ങൾ പ്രകാരം ഒരു സ്ത്രീയും പുരുഷനും അനധികൃതമായിട്ട് അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഇടപഴകാൻ പാടില്ല എന്നുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഈവൻ ഭക്തരുടെ ഇടയിലും ആണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്നത്തെ ലോകം സഞ്ചരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഇത് ഇന്നത്തെ കാലത്ത് എല്ലാം തലതിരിഞ്ഞിട്ടാണ് നടക്കുന്നത്. ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. സ്ത്രീകൾക്കും പുരുഷന്മാരും തമ്മിൽ ഒരുമിച്ച് വരുന്നതിന് ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാത്തൊരവസ്ഥയാണ്. വിവാഹം പോലും കഴിക്കാതെ ഉള്ള ബന്ധങ്ങൾ ഉണ്ട്. ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ് നടക്കുന്നത് ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റാത്ത തരത്തിലുള്ള വഷളായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. എന്നാൽ ഇതൊന്നും വേദങ്ങളിൽ ഇതൊക്കെ നിഷിദ്ധമായി പറയുന്ന കാര്യങ്ങളാണ്. വേദങ്ങളിൽ ഇതൊക്കെ തെറ്റാണെന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഒരു വേദിക് സിവിലൈസേഷൻ അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമല്ല ഇത്. ഭാഗവതം പറയുന്നു 9ാമത്തെ സ്കന്ധത്തിൽ, മാത്ര സ്പർശ ദുഹിത്രാവ നൈവിക്ഷാനോ ഭവേത് ബലവാൻ ഇന്ദ്രിയ ഗ്രാമോ വിദ്വാംസ് അപ്പി കർഷതി. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്ത്രീ, അതായത് പുരുഷനും, അതായത് ഒരു സ്ത്രീയും അമ്മയാവട്ടെ, അനുജത്തിയാവട്ടെ, മകളാവട്ടെ, ഒരു പുരുഷൻ അമ്മയുടെ അടുത്തും അതേപോലെ സഹോദരിയുടെ അടുത്തും അല്ലെങ്കിൽ മകളുടെ അടുത്തും ഇരിക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ ഇരിക്കുന്നതിന് പോലും റെസ്ട്രിക്ഷൻ പറയുന്നുണ്ട് എന്നുള്ളത്. അടുത്തിരിക്കുന്നതിനെ കുറിച്ച്, ഒരേ സീറ്റിൽ ഇരിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് ഭാഗവതത്തിലെ 9ാമത്തെ സ്കന്ധത്തിലെ ശ്ലോകമാണ്. ബലവാൻ ഇന്ദ്രിയ ഗ്രാമോ, ഇന്ദ്രിയങ്ങൾ ഒരുപാട് സ്ട്രോങ് ആണ്.
അതായത് ഇന്ദ്രിയങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സംഭവമല്ല. ഇന്ദ്രിയങ്ങൾ എപ്പോൾ വേണമെങ്കിലും വഴി മാറിപ്പോവാം. വാച്ചോ വേഗം, മനസ്സാ ക്രോധവേഗം, ക്രോധാവേഗം, ഉപസ്ഥവേഗം. അവിടെ ഉപസ്ഥവേഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഉപസ്ഥവേഗം എന്ന് പറയുന്നതാണ് ഇവിടെ എന്ത് വേണമെങ്കിലും ഇന്ദ്രിയങ്ങൾ വളരെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ത്വര, ഇന്ദ്രിയങ്ങളുടെ ത്വരയെ കുറിച്ച് നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മൾ ഇത് ശ്രദ്ധിക്കണമെന്ന് ഭാഗവതം പറയുന്നു. പക്ഷെ എടുത്തു പറയുന്നു, ഭാഗവതം വേറെ സ്ത്രീകൾ എന്നുള്ളതിനേക്കാൾ പറയുന്നു. അപ്പൊ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അമ്മ, അനുജത്തി, മകൾ എന്ന് പറയുമ്പോൾ പിന്നെ മറ്റു അന്യ സ്ത്രീകളെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അത്രമാത്രം വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഒന്നും ഫോളോ ചെയ്യാത്തൊരവസ്ഥയാണ്. എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഏത് ദിശയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് ഒരു പിടിയുമില്ല. അത്രമാത്രം മോശമായിട്ടുള്ള അവസ്ഥയാണ് ഇന്ന് കാണുന്നത്. ഇവിടെ പ്രഭുപാദ് ഇവിടെ ഉദാഹരണം പറയുന്നു. ഈ ഒരു ശ്ലോകത്തിന്റെ അവസാനം, ഭാവാർത്ഥത്തിന്റെ അവസാനം പറയുന്നു, അതായത് സ്ത്രീയെ അഗ്നിയായിട്ടും പുരുഷനെ വെണ്ണയായിട്ടുമാണ് ഉപമിക്കുന്നത്. അപ്പൊ വെണ്ണ, അഗ്നി, തീയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ്, നാച്ചുറലി അത് ഉരുകും. അതേപോലെയാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളത് എടുത്തു പറയുന്നു. അപ്പോൾ ഈ ഒരു ലജ്ജ എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ പ്രഭുപാദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചേരുന്ന എങ്ങനെ അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു മിക്സിംഗ് വരാതിരിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ലജ്ജ. എന്നാൽ ലജ്ജ ഇല്ലാതെ വന്നു കഴിഞ്ഞാലോ എന്താ ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇന്നത്തെ. അപ്പോൾ ഇത് പ്രഭുപാദ് പറയുന്നത് നാച്ചുറൽ ആയിട്ട് ഒരു ഗിഫ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഭഗവാന്റെ ഒരു ക്രിയേഷനിലോ കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. എന്നാൽ അത് ഇന്നത്തെ കാലത്ത് വേണ്ട രീതിയിലല്ല, വേണ്ട രീതിയിൽ അതൊന്നും ഇല്ല. അതുകൊണ്ട് മാത്രമല്ല, എല്ലാ ഭാഗത്തും പ്രശ്നങ്ങളാണ്. പുരുഷന്മാരുടെ അവസ്ഥ പറയേണ്ട ആവശ്യമില്ല. അവര് വളരെ മോശമായിട്ട് സ്ത്രീകളെ കാണുന്നു. അപ്പോൾ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ അവസ്ഥ വളരെ മോശമാണ്. ആര് എന്നുള്ളത് നമുക്ക് പറയാനില്ല. അവസ്ഥ മോശമാണെന്ന് മാത്രം മനസ്സിലാക്കുക. എന്നാൽ വേദങ്ങളിൽ ഇതൊന്നും പറയുന്നില്ല. ഇങ്ങനെയുള്ള ഒരു അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത തലമുറയ്ക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് കാര്യം? ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യം വേറെ എവിടെ നിന്ന് പഠിക്കാൻ സാധിക്കും? സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ടോ, കോളേജിൽ നിന്ന് പഠിക്കുന്നുണ്ടോ? അവിടെ ഒന്നും പഠിക്കുന്നില്ല. അവിടെ നേരെ മറിച്ച് ഇതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. അവിടെ ഇതൊക്കെ ഒരു തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേദങ്ങളിൽ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇത് ശരിയാണെന്നാണ് ഇപ്പോൾ ഇന്നത്തെ കൾച്ചർ അനുസരിച്ച് ഇതാണ് ശരി. ഇല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇന്നും അങ്ങനെയാണ്. ഒരു പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ 12-13 വയസ്സായി കഴിഞ്ഞാൽ സ്ത്രീ ആവട്ടെ, ആൺകുട്ടിയാവട്ടെ, പെൺകുട്ടിയാവട്ടെ, ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഇല്ലെങ്കിൽ അവര് സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരായി മാറും. സമൂഹത്തിൽ അവരെ റിജക്ട് ചെയ്യും ആളുകൾ. അത്രമാത്രം അങ്ങനെ ഒരു കൾച്ചറാണ്. ആ ഒരു കൾച്ചറാണ് ഇന്നത്തെ കാലത്ത് ഇവിടെയും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തും വന്നിട്ടുള്ളത്. അതേ കൾച്ചറാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. അതാണ് അവസ്ഥ. ഇതൊരു വലിയൊരു ക്രെഡിറ്റ് ആയിട്ടാണ് ആളുകൾ എടുക്കുന്നത്. മറിച്ച് ഇതൊന്നും പാടില്ല എന്നുള്ളത് ആളുകൾക്ക് അറിയില്ല. എന്താണെങ്കിലും ലോകം എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് നമ്മുടെ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുവാനോ അതിനുള്ള ഒരു നല്ലൊരു സാഹചര്യം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നല്ലൊരു തലമുറയെ വാർത്തെടുക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. പറ്റുന്ന രീതിയിൽ ഇതിനെക്കുറിച്ചെല്ലാം ഇങ്ങനെയുള്ള ഇത് മാത്രമല്ല, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അല്ലെ, ഭഗവാനെ മറന്നിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം സംഭവിക്കുന്നത്. ബാക്കി എല്ലാ വിധത്തിലുള്ള അറിവുകളും നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നുണ്ട്. അതിനുവേണ്ടി സ്കൂളിലും കോളേജിലും പോയി കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും, അതായത് ഇവിടെ ജീവിക്കാൻ വേണ്ടിയുള്ളതും മാത്രമല്ല, ആവശ്യമില്ലാത്തതായിട്ടുള്ള കുറെ കാര്യങ്ങളും പഠിക്കുന്നു. എന്നാൽ ആവശ്യം ഉള്ളതായിട്ടുള്ള ആത്മീയ തലത്തിലുള്ള കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല. ആ ഒരു എഡ്യൂക്കേഷൻ നമ്മൾ വീട്ടിൽ നിന്നെങ്കിലും പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ അടുത്ത ജനറേഷന്റെ?
ശ്ലോകം 17. സീതാതപത്രം ജഗ്രാഹ മുക്താദാമാ വിഭൂഷിതം രത്നദണ്ഡം ഗുഡാകേശഃ പ്രിയതമസ്യഃ. ഹരേ കൃഷ്ണ പ്രഭു. ഓ നമോ ഭഗവതേ വാസുദേവായ. സീതാതപത്രം ജഗ്രാഹ മുക്താദാമ വിഭൂഷിതം രത്നദണ്ഡം ഗുഡാകേശ പ്രിയതമസ്യഃ. വിവർത്തനം ശ്രീല പ്രഭുപാദർ കി ജയ്. ആ സമയം മഹായോദ്ധാവും നിദ്രയെ കീഴ്പ്പെടുത്തിയവനും ഏവരുടെയും പ്രിയതമനായ പരമപുരുഷ ഭഗവാന്റെ ഉറ്റമിത്രവുമായ അർജുനൻ രത്ന കൈപ്പിടിയോടുകൂടിയതും കസവും മുത്തുക്കളും കൊണ്ടുള്ള ചിത്രവേലയോട് കൂടിയതുമായ കുട കയ്യിലേന്തി. ഹരേ കൃഷ്ണ പ്രഭു. ആ സമയത്ത് അർജുനന്റെ കയ്യിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കുട, വെളുത്ത നിറത്തിലുള്ള ഒരു കുടയുണ്ട്. കൃഷ്ണന് വേണ്ടി കുട പിടിച്ചു കൊടുക്കുന്നു അർജുനൻ. അതാണ് 17ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. 18. ഉദ്ധവ സാത്യകീശ്ചൈവ വ്യജനേ പരമാദ്ഭുതേ വികീര്യമാന കുസുമൈ രേജേ മധുപതിപതി. ഞാൻ പറയാം. ജ്ഞാനമിക മാതാജി വായിക്കും. കുറച്ച് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 18. ഉത്തവ സാത്യകിശ്ചൈവ വ്യജന പരമാത്ഭുതേ വികീര്യമാണ കുസുമൈരേജേ മധുപതിപതി. ഹരേ കൃഷ്ണ. വിവർത്തന ശ്രീല പ്രഭുപാദ് കി ജയ്. അലങ്കരിക്കപ്പെട്ട വിശറിയാൽ ഉദ്ധവരും സാത്വികയും ഭഗവാനെ വീശാൻ ആരംഭിക്കുകയും പുഷ്പങ്ങളാൽ സജ്ജമാക്കപ്പെട്ട ആസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന മധുപതിയായ ഭഗവാൻ വീതിയിലുടനീളം അവർക്ക് ആദേശങ്ങൾ നൽകുകയും ചെയ്തു. ഹരേ കൃഷ്ണ പ്രഭു. ഉദ്ധവനും സാത്വികി ഇവര് രണ്ടുപേരും ഭഗവാനെ, അതായത് ചാമരം കൊണ്ട് വീശി കൊടുക്കുന്നു. ഇവിടെ മധുപതി എന്നാണ് ഭഗവാൻ അഭിസംബോധന ചെയ്യുന്നത്. മധുപതി എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ഭഗവാൻ തന്നെ, അദ്ദേഹത്തിന്റെ ഒരു പേരാണ്. ഉദ്ധവരും സാത്വികിയും ഭഗവാനെ ചാമരമെടുത്ത് വീശി കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ശ്ലോകം 19. അശ്രൂയന്താ ശിഷാ സത്യാസ്തത്ര തത്ര ദ്വിജേരിതാ നാനുരൂപാനുരൂപാശ്ച നിർഗുണസ്യ ഗുണാത്മനഃ. ഓക്കെ, നേരത്തെ വായിക്കാൻ വന്ന ഞാൻ വായിക്കട്ടെ പ്രഭുജി? അജിത് കുമാർ പ്രഭു വായിക്കൂ. യെസ്. ഓം നമോ ഭഗവതേ വാസുദേവായ. അശ്രൂയന്താശിഷാ സത്യ തത്ര തത്ര വിചേരിതാ നാനാരൂപാനുരൂപാശ്ച നിർഗുണസ്യ ഗുണാത്മനാ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. കൃഷ്ണന് സമർപ്പിക്കപ്പെടുന്ന ആശീർവാദങ്ങൾ അവിടെവിടെയായി കേൾക്കുന്നുണ്ടായിരുന്നു. അവ അനുയോജ്യമോ അനുയോജ്യമല്ലാത്തതോ ആയിരുന്നില്ല. കാരണം അവയെല്ലാം ഇപ്പോൾ ഒരു മനുഷ്യന്റെ ഭാഗം അവതരിപ്പിച്ചു കൊണ്ടിരുന്ന നിരപേക്ഷനായ പരമ്പൊരുളിനു വേണ്ടിയുള്ളവയായിരുന്നു. ഹരേ കൃഷ്ണ. അങ്ങനെ താങ്ക് യു. ബ്രാഹ്മണര് പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട്, ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. അതായത് ഭഗവാനെ സ്തുതിക്കുവാണ്. വേദമന്ത്രങ്ങളൊക്കെ എന്തിനാണ് തന്നിട്ടുള്ളത്? വേദമന്ത്രങ്ങളുടെ ഉദ്ദേശം തന്നെ ഭഗവാനെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാം ഉപയോഗിച്ചവര് ഭഗവാൻ ഇവിടെ നിർഗുണസ്യ എന്നാണ് ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നത്. നിർഗുണസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർഗുണൻ എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഭൗതിക തലത്തിലുള്ള ഗുണങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തി എന്നാണ്. അതാണ് നിർഗുണസ്യ. അല്ലാതെ ഗുണങ്ങളില്ല എന്നുള്ളതല്ല, ഭൗതികമായിട്ടുള്ള ഗുണങ്ങൾ. നമ്മളെ പോലുള്ള ആളല്ല ഭഗവാൻ. ഭഗവാന് ഉള്ളതെല്ലാം അതീന്ദ്രിയ തലത്തിലുള്ള ഗുണങ്ങളാണ്. തമോ രജോ ഗുണങ്ങൾ, തമോ ഗുണം, രജോ ഗുണം, അതേപോലെ സത്വഗുണം ഒന്നും ഭഗവാനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഭഗവാന് ഉള്ളത് എല്ലാം വിശുദ്ധ സത്വം, അതീന്ദ്രിയമായിട്ടുള്ള ഗുണങ്ങൾ മാത്രമാണ്. ഓക്കെ, ഇവിടെ
പ്രഭുപാദ് പറയുന്നു ശ്ലോകത്തിന്റെ അവസാനം, ഭാവാർത്ഥത്തിന്റെ അവസാനം, നിർഗുണസ്യ ഗുണാത്മനഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർഗുണനാണ് അദ്ദേഹം. എന്നാൽ ഇപ്പോൾ ഒരു മനുഷ്യനെ പോലെ, അതായത് നരവത് ലീല ചെയ്യുന്നു. ഒരു നരനെ പോലെ ഉള്ള ലീലകളാണ് ഭഗവാൻ ചെയ്യുന്നത്. സാധാരണ ഒരാൾ ചെയ്യുന്ന പോലെയാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്, അല്ലെ? അപ്പോൾ ഭഗവാന്റെ ലീലകളൊക്കെ ഈ സമയത്ത്, ചില സമയത്ത് ഗോവർദ്ധന പർവ്വതം എടുത്തു, അത് സാധാരണ ഒരു മനുഷ്യന് സാധിക്കുന്ന കാര്യമല്ല. അങ്ങനെ പല കാര്യങ്ങളും ഭഗവാൻ ചെയ്തിട്ടുണ്ട്. അത് അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ലീല നോക്കുവാണെങ്കിൽ അവിടെ എല്ലാം അവിടെ നമ്മൾ കാണുന്നത് മുഴുവനും നരവത് ലീലകൾ മാത്രമാണ്. അവിടെ അമാനുഷികമായിട്ടുള്ള ഒന്നും തന്നെ ശ്രീരാമചന്ദ്ര ഭഗവാൻ ചെയ്യുന്നില്ല. ലങ്കയിലേക്ക് പോവാൻ വേണ്ടി തന്നെ, സമുദ്രം ക്രോസ് ചെയ്യാൻ വേണ്ടി തന്നെ അദ്ദേഹത്തിന് സാധിക്കാത്തതായിട്ടുള്ള കാര്യമായിരുന്നില്ല. പക്ഷേ എന്നാലും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള വാനരന്മാരുടെയും മറ്റുള്ളവരുടെയും സഹായം തേടുന്നു. സീതാദേവിയെ കണ്ടുപിടിക്കാൻ മറ്റുള്ളവരുടെ സഹായം തേടുന്നു. ഭഗവാനാണ് അദ്ദേഹം. ഭഗവാന് സാധിക്കാത്തതാണോ? സാധിക്കാത്തതല്ല. പക്ഷെ അതാണ് അദ്ദേഹത്തിന്റെ ലീല. ആ ഒരു ലീല, ശ്രീരാമന്റെ ആ ഒരു ലീല അങ്ങനെയാണ്. അത് മുഴുവനുമായിട്ടും ഒരു നരവത് ലീലയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. മര്യാദ പുരുഷോത്തമനായി ഭഗവാൻ നമുക്ക് വേണ്ടി ലീലകൾ ചെയ്തു. എന്നാൽ കൃഷ്ണന്റെ ലീലയും അങ്ങനെ തന്നെയാണ്. ഭഗവാന്റെ ചില സമയത്ത് നല്ല വൃന്ദാവനത്തിലെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെ ഭഗവാൻ എന്ന് പറയുന്ന കൺസെപ്റ്റേ ഇല്ല. ഇന്നലെ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു അതിനെക്കുറിച്ച്. മൂരപുത്ര, മൂരസഖ, മൂര പ്രാണപതി, അതെല്ലാം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ വൃന്ദാവനത്തില് ഭഗവാൻ എന്ന് പറയുന്ന കൺസെപ്റ്റേ ഇല്ല. അവിടെ വിഷ്ണുവാണ് ഭഗവാൻ, നാരായണനാണ് ഭഗവാൻ, കൃഷ്ണനല്ല. പ്രഭുപാദ് ഇവിടെ പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ ചെയ്യുന്ന ഓരോ ലീലകളും, ആ ലീലകൾ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് കാര്യങ്ങളുള്ളത്. ആ ലീലകൾ ചെയ്യുമ്പോൾ ആ ലീലയുടെ പേരിൽ അദ്ദേഹത്തിന് ലീലയെ ആസ്പദമാക്കി അദ്ദേഹത്തിന് ഒരു പേരും കൂടെ കിട്ടുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഉദാഹരണത്തിന് മാഖൻ ചോര എന്ന് പറയുന്ന പേര് ഇവിടെ പ്രഭുപാദ് പറയുന്നു. മാഖൻ എന്ന് പറയുമ്പോൾ വെണ്ണ കക്കുന്ന. അപ്പൊ വെണ്ണ കക്കുന്ന കള്ളൻ, വെണ്ണക്കള്ളൻ എന്ന് ഒരാളുടെ പേര് എങ്ങനെയാവും വരുന്നത്? എന്നാൽ ഭഗവാന് അങ്ങനെ ഒരു പേരുണ്ട്. കാര്യം ഭഗവാന്റെ ലീലകളും ഭഗവാൻ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ട് അത് പേര് വരുന്നു. അതേപോലെ തന്നെ രണഭൂമിയിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ രണച്ചോർ എന്നുള്ളൊരു പേരുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അതും ശരിക്കും പറയുകയാണെങ്കിൽ രണഭൂമിയിൽ നിന്ന് ഓടിപ്പോയി എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. പക്ഷെ അതും ഭഗവാന്റെ ഒരു നാമമായി മാറി. അതാണ് ഭഗവാൻ, നമ്മളെ പോലെ അല്ല എന്നുള്ളത്. ഇപ്പൊ ഇവിടെ ഒരു വെണ്ണക്കള്ളനായിട്ട് പോലും ആളുകൾ ഭഗവാനെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ വെണ്ണക്കണ്ണന്റെ ആ രൂപത്തെ ആരാധിക്കുന്നു. അല്ലെങ്കിൽ ഈ കേൾക്കുന്ന ഭഗവാന്റെ ആ കുസൃതികളും വെണ്ണ കക്കുന്നതൊക്കെ ദാമോദര മാസത്തിൽ നമ്മൾ മതിമറന്ന് കേൾക്കുന്ന ലീലകളാണ് അതെല്ലാം. അപ്പൊ അതാണ് ഭഗവാന്റെ പൊസിഷൻ എന്നാണ് പറയുന്നത്. ശീല പ്രഭുപാദി പറയുന്നത് പരമജീവത്വം പുരുഷനാണ് അദ്ദേഹം ഈ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് കോൺട്രഡിക്ഷൻസ് തോന്നാം. ഇതെന്തുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ ചെയ്യുന്നു? നമ്മുടെ ബ്രഹ്മാവ് അത് തന്നെയാണ് കൺഫ്യൂഷനായി ചോദിച്ചതും. ബ്രഹ്മവിമോഹ ലീല ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ചെയ്തത് തെറ്റായിരുന്നു എന്നുള്ളത്. ആ സമയത്ത് അവസാനം പിന്നെ അദ്ദേഹം ഭഗവാന് മുമ്പിൽ നമസ്കരിക്കുന്നു. അപ്പൊ അദ്ദേഹം പോലും തെറ്റിദ്ധരിച്ചു. ബ്രഹ്മാവ് തെറ്റിദ്ധരിച്ചെങ്കിൽ, ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ജീവാത്മാക്കളിൽ വെച്ച് ഏറ്റവും വലിയ പൊസിഷനാണ് ബ്രഹ്മാവിന്റെ. ബ്രഹ്മാവ് പോലും തെറ്റിദ്ധരിച്ചെങ്കിൽ നമ്മുടെ എല്ലാം അവസ്ഥ എന്താണ് ഒന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ. എന്നാൽ ഭഗവാന്റെ ഓരോ ലീലകളും അതിമനോഹരമാണ്, അചിന്ത്യമാണ്. ഇതേപോലെ പല വിരുദ്ധങ്ങൾ നമ്മൾ കാണാം ലീലകളിൽ. അതായത് ഭഗവാനെ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്ത വ്യക്തിയാണ്, എന്നാൽ യശോദ റാണി വളരെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്തുന്നു. ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ കാണാം. അതൊക്കെ സാധിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഭഗവാൻ ആയതുകൊണ്ടാണ്. പരമജീവത്വം പുരുഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. നമ്മുടെ ചിന്തയ്ക്കും ഭാവനയ്ക്കും അപ്പുറത്താണ് അദ്ദേഹം. അതിനപ്പുറത്താണ്. അതെങ്ങനെ ഒരേ സമയത്ത് രണ്ടും ചെയ്യുന്നു? വൈകുണ്ഠത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഭാവമേ വ്യത്യാസമുണ്ട്. ഇനി വൃന്ദാവനത്തിലെ ഭാവം ഇതാണ്, നമ്മളിപ്പോൾ പറഞ്ഞ ഭാവം. ഇനി ഗോലോക വൃന്ദാവനത്തിലെ മധുരയിലും അല്ലെങ്കിൽ ദ്വാരക ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഭാവം വ്യത്യാസമുണ്ട്.
അപ്പോൾ ഇതൊക്കെ ഒരേ സമയത്ത് ഒരേപോലെ, അതേ സമയത്ത് ഭൗതിക ലോകങ്ങളിൽ ഭൗതിക ലോകത്ത് അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്, അവിടെ എല്ലാം ലീലകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരേ സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒരുപാട് ലീലകൾ, ഒരുപാട് അവതാരങ്ങൾ, ഇതെല്ലാം ഒരു സമയത്ത് നടക്കുന്നു. നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറത്താണ് ഇതെല്ലാം. അതാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തെ ഭഗവാൻ എന്ന് വിളിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ മാഖൻ ചോർ എന്ന് ഇവിടെ വായിച്ചപ്പോൾ ഈ പുരുഷോത്തമ മാസത്തിൽ നമ്മൾ ചൊല്ലുന്ന ചോരാഷ്ടകം ഇവിടെ ഓർക്കാവുന്നതാണ്. കാര്യം ചോരാഷ്ടകത്തിൽ ബില്വമംഗല ഠാക്കൂർ ഭഗവാനെ കള്ളൻ എന്നുള്ള അഭിസംബോധന ചെയ്തുകൊണ്ടാണ് എല്ലാം കക്കുന്നവൻ, അതായത് എന്ത് കക്കുന്നു? വെണ്ണ കക്കുന്നു, ഗോപികമാരുടെ വസ്ത്രം കക്കുന്നു, എല്ലാവരുടെ ഹൃദയം കക്കുന്നു, ഭക്തരുടെ ഹൃദയം കട്ടെടുക്കുന്നു. അതാണ് ഭക്തരുടെ ഹൃദയം കട്ടെടുക്കുന്നു. അതാണ് ഭഗവാന്റെ സ്നേഹം. അതുകൊണ്ടാണ് ഭഗവാൻ ഹരി എന്നുള്ള പേര്. ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടെടുക്കുന്നു അല്ലെങ്കിൽ കവർന്നെടുക്കുന്ന വ്യക്തി എന്നാണ്. ഭഗവാനെ ഹരി എന്ന് വിളിക്കുന്നതിന്റെ കാരണം അതാണ്. എല്ലാവരുടെയും, അദ്ദേഹത്തിന്റെ ഭക്തരുടെ എല്ലാവരുടെയും ഹൃദയം അദ്ദേഹം കട്ടെടുക്കുന്നു. അതായത് ഭക്തർക്ക് പിന്നെ ഭഗവാൻ ഇല്ലാതെ, ഭഗവാനെ കുറിച്ച് ചിന്തിക്കാതെ, ഭഗവാന്റെ നാമം ചൊല്ലാതെ, ഭഗവാനെ കുറിച്ച് കേൾക്കാതെ അവർക്ക് ഇരിക്കപ്പുറതില്ല, ഉണ്ടാവില്ല. കാരണം ഭഗവാൻ അവരുടെ ഹൃദയം എടുത്തു കൊണ്ടുപോയിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അതാണ് അവസ്ഥ. അതാണ് ഹരി. ഹരേ കൃഷ്ണ. ശ്ലോകം 20. അന്യോയം ആസി സഞ്ജൽപ ഉത്തമ ശ്ലോക ചേതസാം കൗരവേന്ദ്ര പുരസ്ത്രീണാം സർവശ്രുതി മനോഹരഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഹരി ഓം. അന്യോന്യമാസി സഞ്ജൽപ ഉത്തമ ശ്ലോക ചേതസാം കൗരവേന്ദ്ര പുരസ്ത്രീണാം സർവശ്രുതി മനോഹര. വിവർത്തനം. ശീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. ഉത്തമ ശ്ലോകങ്ങളാൽ പ്രകീർത്തിക്കപ്പെടുന്ന ഭഗവാന്റെ അതീന്ദ്രിയ ഗുണവിചാരങ്ങളിൽ ആമഗ്നരായ ഹസ്തിനപുരത്തിലെ ഭവനങ്ങളുടെ മട്ടുപ്പാവിൽ നിന്നിരുന്ന എല്ലാ സ്ത്രീജനങ്ങളും അവിടുത്തെ കുറിച്ച് സംസാരിക്കാൻ ആരംഭിച്ചു. ഈ വർത്തമാനം വേദമന്ത്രങ്ങളെക്കാൾ അധികതരമായി ആകർഷകമായിരുന്നു. ഹരേ കൃഷ്ണ. അതായത് വേദമന്ത്രങ്ങളെക്കാൾ ആകർഷണമായിരിക്കുന്നു, ഭഗവാൻ ആകർഷണം തോന്നുന്നു സ്ത്രീകളുടെ സംസാരം. അതായത് അവിടെ കുരു വംശത്തിലെ സ്ത്രീകളോ ആവട്ടെ, ഹസ്തിനാപുരത്തിലെ സ്ത്രീകൾ, അവര് ഭഗവാനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഭഗവാനെ വേറെ രീതിയിലാണ് അവര് സ്തുതിക്കുന്നത്. അവരുടെ സ്തുതി എന്ന് പറയുന്നത് ഇതേപോലെ വേദമന്ത്രങ്ങളിലൊക്കെ ഉപയോഗിച്ചു കൊണ്ടൊന്നുമല്ല. സാധാരണ അവർ സംസാരിക്കുന്നതിന്റെ സ്തുതിയാണ്. ആ സ്തുതി എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ച് ഭഗവാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാനെ സംബന്ധിച്ച് വേദമന്ത്രങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹം അതിൽ ആകർഷിതനാവുന്നു. ഇതേപോലെ തന്നെയാണ് ഗോപികമാര് ഭഗവാൻ കൃഷ്ണനെ വൃന്ദാവനത്തിലെ ഗോപികമാര്, അവര് ഗുരുകുലത്തിൽ പോയി സംസ്കൃതമോ വേദങ്ങളോ ഒന്നും പഠിച്ചിട്ടുള്ള ആളുകളല്ല. പക്ഷെ അവരുടെ സ്തുതിയെല്ലാം ഭഗവാന് വേദമന്ത്രങ്ങളെക്കാൾ ഇഷ്ടമാണ് കേൾക്കുവാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വേദങ്ങളൊക്കെ പഠിച്ച് ബ്രാഹ്മണൻ വേദമന്ത്രങ്ങൾ ചൊല്ലുവാണെങ്കിൽ അതിൽ അത് ഭഗവാൻ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടല്ല. കാര്യം അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണോ എന്നുള്ളത് ചോദ്യമാണ്. അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വേദങ്ങളൊക്കെ പഠിച്ചു, അപ്പൊ അതിന്റെ ചെറിയൊരു അഹംഭാവം ഉണ്ടാവും, അല്ലെങ്കിൽ അത് ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ് ആവും. എന്നാൽ ഗോപികമാരും ഇവിടെ പറയുന്ന ഹസ്തിനാപുരത്തിലെ സ്ത്രീകളും അവരുടെ ഹൃദയത്തിൽ നിന്ന് സ്വാഭാവികമായിട്ട് വരുന്നതാണ്. ആ പ്രേമം കൊണ്ട്, കൃഷ്ണപ്രേമം കൊണ്ട് വരുന്നതാണത്. കൃഷ്ണപ്രേമം കലർന്നിട്ടുള്ള സംസാരമാണ്, സാധാരണ സംഭാഷണം. ഇനി വൃന്ദാവനത്തിലെ ഗോപികമാര് ഭഗവാനെ ചീത്ത പറയുമ്പോൾ പോലും അതുപോലും ഭഗവാന് വേദമന്ത്രങ്ങളെക്കാൾ അതിനേക്കാൾ ഇഷ്ടമാണ് കേൾക്കുവാൻ ഗോപികമാര് ചീത്ത പറയുന്നത്. അതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പോൾ വേദമന്ത്രങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഭഗവാൻ അത്ര ആകർഷണമില്ല. അതുകൊണ്ടാണ് ശില ഗോപാൽ ഭട്ട ഗോസ്വാമി എഴുതിയിട്ടുള്ളത്, ഗോപാലാങ്കണ കർദമേ വിഹരസേ വിപ്രാദ്വരേ ലജ്ജസേ ബ്രൂഷേ ഗോഷദഹുംകൃതേ സ്തുതിശതേർ മൗനം വിതസ്തേ സദാം ദാസ്യം ഗോകുല
കിങ്കരീഷു കുരുഷേ സ്വാമ്യം ന ദാന്താത്മസു ജ്ഞാതം കൃഷ്ണ തവാംഗ്രി പങ്കജയുഗം പ്രേമൈകലഭ്യ പരം ഗോപാലാങ്കണ കർദമേ വിഹരസേ വിപ്രാദ്വരെ ലജ്ജസേ. ഭഗവാൻ കൃഷ്ണൻ ഗോപാൽ എന്താ ചെയ്യുന്നത്? കർദമേ, അവിടെ മണ്ണിൽ കിടന്നുരുളുന്നു. വെറും മണ്ണിലല്ല, അവിടെ ഗോമൂത്രമുണ്ട്, ചാണകമുണ്ട്, അതിൽ കിടന്നിങ്ങനെ ഉരുളുന്നു. അതാണ് ഭഗവാൻ ഇഷ്ടപ്പെടുന്നത്. എന്നിട്ട് അതാണ് അദ്ദേഹം കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. വിപ്ര എന്ന് പറഞ്ഞ ബ്രാഹ്മണര് വേദമന്ത്രങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ യജ്ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സ്വാഹാഹ പുരുഷ സൂക്തം ഒക്കെ ചൊല്ലിക്കൊണ്ട് ഭഗവാനെ വിളിക്കും, അല്ലെങ്കിൽ അവര് യജ്ഞങ്ങളൊക്കെ ചെയ്യും. ഭഗവാൻ അവിടെ പോവാൻ മടിയാണ്. അതാണ് പറയുന്നത് വിപ്രാദ്വരെ ലജ്ജസേ. അവരുടെ അടുത്ത് പോകാൻ ഭഗവാന് മടിയാണ്. മടി കാണിക്കും, നാണാവും. എന്നാൽ ഭഗവാൻ വൃന്ദാവനത്തിലെ ബ്രൂഷേ ഗോഷത ഹുംകൃതേ സ്തുതി ശതേർ മൗനം വിദസ്തേ സദാ. ബ്രൂഷേ ഗോഷത ഹുംകൃതേ. പശുക്കൾ ഒരു ശബ്ദം മാത്രം ഉണ്ടാക്കിയാൽ മതി, ഒറ്റൊരു ശബ്ദം, ഒരു പ്രാവശ്യം അത് കേട്ടാൽ മതി, ഭഗവാൻ അവിടെ പോയിരിക്കും. ശത ഹുംകൃതേ, ശത ഹുംകൃതേ, അതായത് ഒരു പ്രാവശ്യം ഹുംകൃതേ, ഹും എന്നുള്ള ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഭഗവാൻ അവിടെ പോയിരിക്കുന്നു, പശുവിന്റെ അടുത്ത് പോയിരുന്ന്. ഭഗവാന് വാക്കുകൾക്ക് അനന്തമാണ്. അതായത് 100,000 വാക്കുകളാണ് ഭഗവാന്റെ നാവിൽ വരുന്നത്. സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിർത്താൻ പറ്റുന്നില്ല. പശുവിനോട് സംസാരിക്കുന്നു. കയറ് ബുദ്ധിമുട്ടാക്കുന്നുണ്ടോ? ടൈറ്റ് ആണോ? ലൂസ് ആക്കി തരണോ? ഈച്ച ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഞാൻ വീശി തരട്ടെ? ചൂടെടുക്കുന്നുണ്ടോ? എന്റെ കൂടെ കളിക്കാൻ ആഗ്രഹമുണ്ടോ? അതോ വിശക്കുന്നുണ്ടോ? എന്തിനാണ് കരയുന്നത്? പല പല ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതോ ഞാൻ പാല് കറന്നു തരണോ? അതോ പാല് കറക്കാൻ വരുന്ന ആള് പാല് കറന്ന് ഇഷ്ടാവുന്നില്ലേ, ഞാൻ ചെയ്താൽ മതിയോ? എന്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടാണോ? ഇങ്ങനെ 100 കാര്യങ്ങൾ ചോദിക്കും പശുവിനോട്. എന്നാൽ അവിടെ ബ്രാഹ്മണരെന്ന് സ്വാഹാഹ എന്ന് പറയുമ്പോൾ ഭഗവാന് നാണമാണ് അവിടെ പോവാൻ. ഇതാണ് ഗോപാലാങ്കണ കർദമേ വിഹരസേ. നമ്മുടെ ഗോപാലൻ, വൃന്ദാവനത്തിലെ ഗോപാലന്റെ അവസ്ഥ. അപ്പോൾ ഭഗവാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ ഭക്തർ. പശുക്കൾ ഭഗവാന്റെ ശുദ്ധ ഭക്തരാണ്. അതേപോലെ പശുക്കൾ അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെയുള്ള ഭഗവാന്റെ സുഹൃത്തുക്കളുടെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? ഗോപികമാരുടെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? വാത്സല്യഭാവത്തിലുള്ള യശോദറാണിയുടെയും ഗോപസ്ത്രീകളുടെയും അല്ലെങ്കിൽ നന്ദമഹാരാജന്റെയും കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? അവരൊക്കെ എത്രമാത്രം ഭഗവാൻ അവിടെ എല്ലാവരെയും ഒരേപോലെയാണ് കാണുന്നത്. അതായത് അവർക്ക് വേണ്ടിയാണ് ഭഗവാൻ ജീവിക്കുന്നത് എന്നുള്ള പോലെയാണ്. അവരാണ് എല്ലാം. അവരെന്ത് പറയുന്നു അത് ചെയ്യുന്നു. അതിനപ്പുറത്തൊന്നുമില്ല അദ്ദേഹത്തിന്. അവിടെ ഫോർമാലിറ്റിയോടുകൂടി ഭഗവാനെ വിളിക്കുന്നവരെ ഇന്നലെ നമ്മൾ കണ്ടു, അല്ലെ? ഫോർമാലിറ്റിയോടുകൂടി ഭഗവാൻ ഐശ്വര്യഭാവത്തിൽ സ്വാഹാഹ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ കാര്യം അതിനകത്ത് ഉള്ളിൽ നിന്ന് വരുന്ന, ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രേമം ഇല്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ അത്ര താല്പര്യമില്ല. പറയുമ്പോൾ പുറമേ നിന്ന് കേൾക്കുമ്പോൾ വേദമന്ത്രങ്ങളൊക്കെ ഗംഭീരമായിട്ട് ഉച്ചരിച്ചുകൊണ്ട് നല്ല ഉച്ചാരണത്തോടു കൂടിയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അപ്പുറത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗോപസ്ത്രീയോ അല്ലെങ്കിൽ ഒരു ഗോപബാലനോ ആരെങ്കിലും കൃഷ്ണ എന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ പശു ശബ്ദം ഉണ്ടാക്കിയാൽ മതി, അവിടെ പോകും ഭഗവാൻ. അത്രേ ഉള്ളൂ കാര്യം. അതാണ് ഭഗവാന്റെ ഹൃദയം. ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ അതാണ് പറയുന്നത് ആക്ച്വലി. അതായത് ഇവിടെയുള്ള ഹസ്തിനാപുരത്തിലെ സ്ത്രീകളുടെ സാധാരണ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാനെ കുറിച്ച്, കൃഷ്ണനെ കുറിച്ച്. സാധാരണ അത് സ്തുതിയോ വലിയ ശ്ലോകങ്ങളൊന്നും ഉപയോഗിച്ചിട്ടല്ല, സാധാരണ അവർ തമ്മിൽ കോൺവെർസേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഭഗവാനെ ഒരുപാട് ആകർഷിപ്പിക്കുന്നു എന്ന് പറയുന്നത്. അന്യോനമാസി സഞ്ചൽപ ഉത്തമ ശ്ലോക ചേതസാം കൗരവേന്ദ്ര പുരസ്ത്രീനാം സർവശ്രുതി മനോഹര. അതിമനോഹരം, അതിമനോഹരം. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്ലോകം അടുത്ത ശ്ലോകം നോക്കാം.
വേറൊരു കാര്യം കൂടെ ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നത് ഞാനിപ്പോൾ കാണുന്നു. ശീലപ്രഭുപാദ് പറയുന്നു, ശീല നരോത്തം ദാസ് താക്കൂർ ഇതുപോലെ, നരോത്തം ദാസ് താക്കൂർ ഗൗഡിയ സമ്പ്രദായത്തിലെ പ്രധാനപ്പെട്ട ഒരു ആചാര്യനാണ്. അദ്ദേഹത്തിന്റെ ബംഗാളിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് വൈഷ്ണവ ഗീതങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. ആ വൈഷ്ണവ ഗീതങ്ങൾ പ്രഭുപാദ് പറയുന്നു വേദമന്ത്രം പോലെ തന്നെയാണ്, അത്രമാത്രം ശക്തിയാണുള്ളത് എന്ന് പറയുന്നു. ഇത് പല സ്ഥലങ്ങളിലും പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്. അതായത് കാര്യം നരോത്തം ദാസ് ഠാക്കൂറും ശീല ഭക്തി വിനോദ് ഠാക്കൂറും ഒക്കെ അവരൊക്കെ എഴുതുന്ന വൈഷ്ണവ ഗീതങ്ങൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. വേദമന്ത്രങ്ങൾ നമ്മൾ പഠിച്ച് ഉച്ചാരണത്തോടു കൂടി ചൊല്ലിയോണ്ട് മാത്രമല്ല, അത് ഉള്ളിൽ നിന്നാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ഭഗവാനോടുള്ള പ്രേമം കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ ഓക്കെ. പക്ഷെ അത് വെറും ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കൂട്ടത്തിലോ ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. ശ്ലോകം 21. സവൈ കിലായം പുരുഷാ പുരാതനോ യ ഏക ആസീദ് അവിശേഷ ആത്മനി അഗ്രേ ഗുണേഭ്യോ ജഗദാത്മനീശ്വരേ നിമീലിതാത്മാൻ ഇന്നിഷി സുപ്ത ശക്തിഷു. ഹരേ കൃഷ്ണ ഹരേ പ്രഭു. കൃഷ്ണ പ്രഭു. കൃഷ്ണ. ഒരു മിനിറ്റ് വത്സല മാതാജി, ഗീത മാതാജി വായിച്ചോളൂ. മാതാജി കുറച്ചു നേരമായി പറയുന്നു. അടുത്തത് ശ്ലോകം വത്സല മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സവൈകിലായം പുരുഷ പുരാതനോ യ ഏക ആസീദ വിശേഷ ആത്മനി അഗ്രേ ഗുണേഭ്യോ ജഗദാത്മനീശ്വരേ നിമീലിതാത്മനിശി സുപ്ത ശക്തിഷു. വിവർത്തന ശ്രീല പ്രഭുപാദ് കി ജയ്. അവർ പറഞ്ഞു, നാം സ്മരിക്കുന്ന യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഇവിടെയുണ്ട്. ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളുടെ ആവിഷ്കാരത്തിന് മുമ്പ് അദ്ദേഹം മാത്രമാണ് നിലനിന്നിരുന്നത്. രാത്രിയിൽ നിദ്രയിലായിരിക്കുന്ന ജീവസത്തകളുടെ ശക്തികൾ നിഷ്ക്രിയമായിരിക്കുന്നത് പോലെ സർവ്വജീവാത്മാക്കളും വിലയം പ്രാപിക്കുന്നതും അദ്ദേഹത്തിൽ മാത്രമാണ്. എന്തെന്നാൽ അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാകുന്നു, ഭഗവാനാകുന്നു, ഈശ്വരനാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ സ്ത്രീകൾ, അവിടെയുള്ള ഇവിടുത്തെ സ്ത്രീകൾ പറയുന്നു, കൃഷ്ണൻ സാധാരണ ആളല്ല, അദ്ദേഹം മഹാവിഷ്ണുവാണ്, അദ്ദേഹം പുരുഷ, അതായത് സാക്ഷാത് ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു. അപ്പോൾ മഹാവിഷ്ണുവിന്റെ റോൾ എന്താണെന്ന് നമുക്കറിയാം. മഹാവിഷ്ണുവാണ് ഭൗതിക ലോകം മുഴുവനും അദ്ദേഹത്തിന്റെ കൺട്രോളിലാണുള്ളത്. ഭൗതിക ലോകത്തിലെ എല്ലാ, അല്ലെങ്കിൽ ഭൗതിക ലോകത്തിന്റെ ക്രിയേഷൻ തന്നെ, സർഗം എന്ന് പറയുന്നത് അദ്ദേഹമാണ് ചെയ്യുന്നത്. മൂലകങ്ങളെ സൃഷ്ടിക്കുന്നതും ജീവാത്മാക്കൾ വരുന്നതും ഒക്കെ മഹാവിഷ്ണുവിൽ നിന്നാണ്. ഇതെല്ലാം നമുക്കറിയാം. പിന്നെ അവസാനം എല്ലാം കൂടെ സംഹാരത്തിന്റെ സമയത്ത് തിരിച്ചു പോകുന്നതും ഭഗവാനിലേക്കാണ്, മഹാവിഷ്ണുവിലാണ്. അതേ മഹാവിഷ്ണു തന്നെയാണ് ഈ കൃഷ്ണൻ എന്നുള്ളത് ഇവിടെ സ്ത്രീകൾ പറയുന്നു. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ബ്രഹ്മാവിന്റെ ആയുസിനെ കുറിച്ചും അതേപോലെ തന്നെ മഹത്വത്തെ കുറിച്ചൊക്കെ ചെറുതായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ് ഇതെല്ലാം. ഇപ്പോൾ ഭഗവാൻ കൃഷ്ണന്റെ പൊസിഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഭഗവാൻ കൃഷ്ണൻ, ബലരാമൻ, പിന്നെ ചതുർവ്യൂഹത്തിൽ വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്ന, അനിരുദ്ധ, ആ സംഘർഷണിൽ നിന്ന് ശ്രീമൻ നാരായണനിൽ നിന്ന് വീണ്ടും ചതുർവ്യൂഹം. ഇത്രയുമായി ആത്മീയ ലോകത്തില് ഈ താഴോട്ട് നോക്കുമ്പോൾ രണ്ടാമത്തെ സംഘർഷൺ, അതായത് മഹാസംഘർഷണിൽ നിന്ന് പുരുഷാവതാരത്തിൽ ആദ്യ പുരുഷാവതാരമായിട്ടുള്ള മഹാവിഷ്ണു വരുന്നു. ആ മഹാവിഷ്ണുവാണ് മൂലകങ്ങൾ സൃഷ്ടിക്കുന്നത്. ഭൗതികലോകം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാം അദ്ദേഹമാണ് തുടങ്ങുന്നത്. പിന്നീട് അദ്ദേഹം ഓരോ ബ്രഹ്മാണ്ടങ്ങൾ വരുന്നു. ബ്രഹ്മാണ്ടങ്ങളിലേക്ക് മഹാവിഷ്ണു ഗർഭോദകശായ വിഷ്ണുവായി പ്രവേശിക്കുന്നു. മഹാവിഷ്ണു അവിടെ തന്നെയുണ്ട്, ഗർഭോദകശായ വിഷ്ണുവായി അടുത്ത എക്സ്പാൻഷൻ ആണ്. അതേപോലെ തന്നെ ഓരോ ജീവജാലങ്ങളിലും ഓരോ കണങ്ങളിലും ക്ഷീരോദകശായ വിഷ്ണുവായിട്ടും അദ്ദേഹം വിസ്തരിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇവിടെ ഒന്ന് പറയുന്നു. പ്രഭാത ഭാവാർത്ഥത്തിൽ അതിനെക്കുറിച്ച് പറയുന്നു. പിന്നെ ബ്രഹ്മാവിന്റെ ആയുസിനെ കുറിച്ച് പറയുന്നു. ബ്രഹ്മാവ് 100 വർഷങ്ങളാണ് ബ്രഹ്മാവിന്റെ കണക്കിൽ ജീവിക്കുന്നത്. നമ്മുടെ 100 വർഷമല്ല ബ്രഹ്മാവിന്റെ 100 വർഷം. നമുക്കറിയാം, ആ ഒരു കണക്ക് എല്ലാവർക്കും അറിയാം. അത് ഇവിടെ പറയുന്നുണ്ട്. അതായത് 4,32,000 കലിയുഗത്തിന്റെ
ആയുസ്, കലിയുഗത്തിന്റെ ഡ്യൂറേഷൻ, അതിനെ നമ്മൾ 1000 ഗുണിക്കുമ്പോൾ ബ്രഹ്മാവിന്റെ പകുതി ദിവസമായി, അല്ലെങ്കിൽ 12 മണിക്കൂറായി. അതിനെ രണ്ട് കൊണ്ട് ഗുണിക്കുന്നു. പിന്നെ അങ്ങനെ 30 ദിവസം ഒരു മാസത്തിലുണ്ട്. അങ്ങനെ 12 മാസങ്ങളുണ്ട്. അങ്ങനെ 100 വർഷങ്ങൾ അദ്ദേഹം ഉണ്ടാവും. അദ്ദേഹം ജീവിക്കുന്നു, അല്ലെങ്കിൽ ബ്രഹ്മാവിന്റെ ആയുസ്. സോറി പ്രഭുജി, 432,000 അല്ല, 432 കോടി വർഷമാണ്. സോറി, 432 കോടി വർഷം 12 മണിക്കൂർ. ഓക്കെ. പ്രഭുജി പറഞ്ഞ 432,000 പറഞ്ഞത്. 432,000 കലിയുഗത്തിന്റെ ഡ്യൂറേഷനാ പറഞ്ഞത്. അതെ അതെ, കലിയുഗത്തിന്റെ ഡ്യൂറേഷൻ 432,000 ആണ്. അതെ. ബ്രഹ്മാവിന്റെ 12 മണിക്കൂർ 432 കോടി വർഷം. ഓക്കെ പ്രഭു, സോറി. ഹരേ കൃഷ്ണ. ഇങ്ങനെ ചില സ്ലിപ്പൊക്കെ വരും സംസാരത്തിന്റെ ഇടയിൽ. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അത് സംസാരിക്കുമ്പോൾ. അപ്പൊ നിങ്ങൾ എല്ലാവരും അതിനെ ശരിയായിട്ടുള്ള രീതിയിൽ എടുത്താൽ മതി. ഹരേ കൃഷ്ണ. സോറി. ഇറ്റ്സ് ഓക്കെ. ശ്ലോകം 22. സ ഏവ ഭൂയോ നിജവീര്യചോദിതാം സ്വജീവമായാം പ്രകൃതിം ശിർക്ഷതീം അനാമരൂപാത്മനിരൂപനാമാനി വിദിത്സമാനോ നുസസാര ശാസ്ത്രകൃത്. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്ലോകം 22. ഓം നമോ ഭഗവതേ വാസുദേവായ. സ ഏവ ഭൂയോ നിജവീര്യചോദിതാം സ്വജീവമായാം പ്രകൃതിം സൃക്ഷതീം അനാമരൂപാത്മനിരൂപനാമനി വിദിൽസമാനോ സസാര ശാസ്ത്രകൃത്. വിവർത്തനം. ശ്രീ A.C. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അവിടുത്തെ അവിഭാജ്യ ഘടകങ്ങളായ ജീവസത്തകൾക്ക് വീണ്ടും നാമങ്ങളും രൂപങ്ങളും നൽകാൻ ആഗ്രഹിച്ച് പരമദിവ്യോത്തമ പുരുഷൻ അവരെ ഭൗതിക പ്രകൃതിയുടെ നിയന്ത്രണത്തിന് കീഴിൽ നിവേശിപ്പിക്കുന്നു. അവിടുത്തെ സ്വന്തം ശക്തിയായ ഭൗതിക പ്രകൃതിയെ പുനർസൃഷ്ടി കർമ്മം നിർവഹിക്കുന്നതിന് അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പറയുന്നു ശാസ്ത്രകൃത്, ഭഗവാനിൽ നിന്നാണ് ശാസ്ത്രങ്ങൾ വരുന്നത്, വേദങ്ങൾ വരുന്നത് ഭഗവാനിൽ നിന്നാണ്. നമുക്കറിയാം, ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാന്റെ അവതാരം തന്നെയാണ്. കലിയുഗത്തിലെ നമുക്കെല്ലാവർക്കും വേണ്ടി ടോർച്ചാണ്, അല്ലെങ്കിൽ വെളിച്ചമാണ്. സൂര്യനായി ഉദിച്ചിരിക്കുന്നു ഭാഗവതം. ശാസ്ത്രങ്ങൾ വരുന്നത്, പ്രകടമാവുന്നത് ഭഗവാനിൽ നിന്നാണ് എന്നുള്ളത് ഇവിടെ പറയുന്നു. പിന്നെ അതേപോലെ തന്നെ ജീവാത്മാക്കൾക്ക് അവർക്ക് ഈ പ്രകൃതിയിൽ അവര് വരുന്നു, പ്രകൃതിയിൽ അവർക്കൊരു രൂപം, ഒരു ശരീരം കിട്ടുന്നു. അതേപോലെ തന്നെ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അതെല്ലാം ഭഗവാന്റെ ഒരു കൺട്രോളിലാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. നിജവീര്യ ചോദിതാം, അതായത് ക്രിയേഷൻ നടക്കുന്നുണ്ട്, സൃഷ്ടി, സംഹാരം, പിന്നെ വീണ്ടും ക്രിയേഷൻ, വീണ്ടും സൃഷ്ടി നടക്കുന്നു, സംഹാരം നടക്കുന്നു, പിന്നെ വീണ്ടും നടക്കുന്നു. ഇതിങ്ങനെ സൈക്കിളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ ശക്തി, ആന്തരിക ശക്തിയിലാണ് ഇതെല്ലാം, ഭഗവാന്റെ ശക്തിയിലാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് പറയുന്നു. അതാണ് ഇവര് സ്തുതിക്കുകയാണ്, സ്ത്രീകളെല്ലാവരും സ്തുതിക്കുന്നു. ശീലപ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു നിത്യമുക്തരെ കുറിച്ചും നിത്യബദ്ധരെ കുറിച്ചും. നിത്യമുക്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും, അതായത് മുക്തരായിട്ടുള്ള, നിത്യമുക്തർ എന്ന് പറഞ്ഞാൽ ആത്മീയ ലോകത്തിലുള്ള ആളുകൾ, അവിടെയുള്ള ഭക്തര്. നിത്യബദ്ധർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും, അതായത് ഈ ഭൗതിക ലോകത്തിലുള്ളവര്. നിത്യബദ്ധരും നിത്യമുക്തരും എല്ലാം ഭഗവാന്റെ അംശങ്ങളാണ്. എന്നാൽ നിത്യസിദ്ധര് അല്ലെങ്കിൽ നിത്യമുക്തര് രണ്ടും ഒന്ന് തന്നെ. അവര് ഭഗവാന്റെ കൂടെ ചിലപ്പോൾ ഭഗവാൻ ലീലകൾ ചെയ്യാൻ വരുന്ന കൂട്ടത്തിൽ അവരും കൂടെ വരും. അല്ലെങ്കിൽ ഭഗവാൻ പറയുന്നതനുസരിച്ച് അവര് ചില ദൗത്യങ്ങളായിട്ട് വരും, ഗുരുവായിട്ട് വരാം, ആചാര്യനായിട്ട് വരാം, അങ്ങനെ പല രീതിയിലും വരാം. നമ്മളെപ്പോലുള്ള നിത്യബദ്ധരായിട്ടുള്ള ആളുകളെ ഇവിടെ നിന്ന് ആത്മീയ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കാൻ വേണ്ടി ആണ് ഭഗവാനും ഭഗവാന്റെ പരിശുദ്ധ ഭക്തരും ആത്മീയ ലോകത്തിൽ നിന്ന് താഴോട്ട് വരുന്നത്. അപ്പൊ നിത്യബദ്ധര് ഭഗവാനെ മറന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. എന്നാൽ ഓർമ്മിപ്പിക്കാനാണ് ഭഗവാൻ അവതാരങ്ങൾ എടുക്കുന്നതും
അതേപോലെ തന്നെ ശാസ്ത്രങ്ങളും നമുക്ക് തന്നിട്ടുള്ളതും നമ്മുടെ ആക്ച്വൽ ഐഡന്റിറ്റി മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്തോട്ട് നമുക്ക് തിരിച്ച് പോവാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് അങ്ങോട്ട് പോവാൻ വേണ്ടി ഭഗവാൻ പല രീതിയിലൂടെ അദ്ദേഹം അവതരിക്കുന്നു. ഭഗവാനായിട്ട് വരാം, ഗുരുവായിട്ട് വരുന്നു, ശാസ്ത്രങ്ങളായിട്ട് വരുന്നു, നാമമായിട്ട് വരുന്നു. അങ്ങനെ ഇതിലൂടെ നിത്യബദ്ധരായിട്ടുള്ളവരെ നിത്യമുക്തരാക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രഭുപാദ അതിനെ കുറിച്ച് പറയുന്നു. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും അവസരങ്ങൾ, ഇപ്പോൾ കിട്ടിയിട്ടുള്ള അവസരം പാഴാക്കാതെ നോക്കണം എന്നുള്ളത്. ഇവിടെ ഈ ലോകത്ത് ശാശ്വതമായിട്ടുള്ള ഒന്നും തന്നെയില്ല, ദുഃഖാലയമാണ് എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ളത് ഒന്നും നിലനിൽക്കാൻ പോകുന്നില്ല. എന്നാൽ നമ്മൾ ആത്മീയ ലോകത്തിലേക്ക് പോവേണ്ട ആളുകളാണ്. ഇതെല്ലാം നമ്മുടെ ശരിയായിട്ടുള്ള വീട്. നമ്മളിരിക്കുന്നത് ശരിയായിട്ടുള്ള വീട്ടിലല്ല, വാടക വീട്ടിലാണ് ഇരിക്കുന്നത്. സ്വന്തം വീടെന്ന് പറയുമ്പോൾ അത് ആത്മീയ ലോകമാണ്. ഭഗവാന്റെ അടുത്ത് പോകുമ്പോഴാണ്. കാര്യം നമ്മൾ ഭഗവാന്റെ അംശങ്ങളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കേണ്ടവരാണ് നമ്മൾ. അപ്പോൾ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നിൽക്കേണ്ട ആൾക്കാരല്ല. അപ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കാനാണ് ഇവരെല്ലാവരും, ആചാര്യന്മാരും ശാസ്ത്രങ്ങളും ഒക്കെ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് സമയം നഷ്ടപ്പെടുത്താതെ ആത്മസാക്ഷാത്കാരം നേടി ഈ ഒരു ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. അപ്പോൾ അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. മനുഷ്യജന്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ്. അല്ലാതെ ഇവിടെ തന്നെ സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളതല്ല. ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ്. ഏറ്റവും നല്ലൊരു ചാൻസ് ആണ് മനുഷ്യജന്മം. ഏറ്റവും നല്ലൊരു അവസരമാണ്. അതിനൊരു സംശയം വേണ്ട. ഇതിന് നല്ലൊരു ഓപ്ഷൻ ഇല്ല നമ്മുടെ മുമ്പിൽ. ഓക്കെ, അപ്പൊ 23-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ നാളെ പഠിക്കാൻ നോക്കാം. ശ്രീല പ്രഭുപാദ് കി ജയ്, ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്, സമവേത ഗൗര ഭക്തവൃന്ദ കി ജയ്, ഗൗഡിയ ഗുരുവൃന്ദ കി ജയ്, നിതായ ഗൗർ പ്രേമാനന്ദേ. താങ്ക് യു. ഹരേ കൃഷ്ണ. കൃഷ്ണ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.